പഞ്ചാബ് മുഖ്യമന്ത്രി ഏറ്റവും മിടുക്കനായ സമർത്ഥനായ ആധുനിക പഞ്ചാബ് ഉണ്ടാക്കിയ ആളാണ്. അയാളുടെ മക്കൾ ക്രമക്കേട് കാണിച്ചപ്പോൾ നെഹ്റു പറഞ്ഞ എന്താ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം ഇതൊരു ക്രമക്കേട് മാത്രമാണ്. അപ്പോൾ ചോദിച്ചു പത്രക്കാർ 57 ഡേറ്റ് സഹിതം ഞാൻ തരാം, എൻ്റെ കട്ടിംഗ് ഉണ്ട്. ചോദിച്ചു അല്ല ഇങ്ങനെ ആരോപണം മക്കളുടെ പേര് വന്നപ്പം ഗാന്ധിജി അവരെ വിളിച്ചു വരുത്തിയിട്ട് എനിക്കൊരു മകനില്ല എന്ന് പറഞ്ഞില്ലേ? ഉടൻ നെഹ്റുജി പറഞ്ഞ വാക്ക് എല്ലാവർക്കും ഗാന്ധിമാരാകാൻ സാധിക്കില്ല എന്നാണ്. നടപടിയെടുത്തില്ല. ഇതൊക്കെ ഇന്ത്യയുടെ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും പെട്ടെന്നൊരു പാർട്ടിയുടെ മെക്കാനിസത്തിന് അതിൻ്റെ പരിമിതികളുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴ് ജുഡീഷ്യൽ എൻക്വയറി കോടതി ഗവൺമെൻറ് തന്നെ ഏറ്റവും ഉചിതമായ അവരുടെ ഒരു അപ്പോയിൻമെൻറ്റ് ചെയ്ത കമ്മിറ്റി അതിനോട് ഞങ്ങൾ സഹകരിക്കാമെന്ന് പറയുന്നു. എന്താ വേണ്ടതെന്ന് ഞങ്ങൾ ചോദിക്കുന്നു. അതിൽ വരുന്ന മൊഴികളെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞാൽ അതെല്ലാം BJPയുടെ ആണെന്ന് പറയുമ്പം മിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്ധമായ BJP വിരോധം കൊണ്ടുള്ള ഒരു വെർഷനായിട്ടാണ് അതിനെ കാണുന്നത്. രണ്ടാമത്തെ കാര്യം ലോധ കമ്മിറ്റിയെ സംബന്ധിച്ച് അത് കോടതിയുടെ പ്രൊഡക്റ്റാണ്. ഇവിടെ നടക്കുന്ന അഴിമതികളും മറ്റുള്ള കാര്യങ്ങളും ഈ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നതെല്ലാം കണ്ടിട്ട് ദേശായി ഞങ്ങളുടെ കാലത്തുള്ളതല്ല, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദേശായി UPA സർക്കാരിൻ്റെ കാലത്തെ ആളാണ്. അന്നത്തെ സംഭവങ്ങൾ CBI ഇടപെട്ടതും എല്ലാ കാര്യങ്ങളും അറിയാം. 3 സതീഷ് നായർ, നിങ്ങൾ അയാളുടെ വേണു നോക്കാത്ത ആളല്ല, വേണു വളരെ ജാഗ്രതയോടെ ഇതെല്ലാം നോക്കുന്ന ആളാണ്. അയാളുടെ ഫേസ്ബുക്കിൽ അക്കാലത്ത് അയാളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അന്നത്തെ ഇന്ത്യൻ പ്രധാന മൻമോഹൻ സിംഗും അദ്ദേഹം കൂടെ നിൽക്കുന്നതും അത് കാണിച്ചുകൊണ്ടാണ് അക്കാലത്ത് അദ്ദേഹം കച്ചവടം നടത്തിയത്. ഇപ്പം ഞങ്ങളുടെ ആൾക്കാരെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നു. ആ വ്യക്തിക്ക് BJP ആയിട്ടൊരു ബന്ധവുമില്ല. BJP ആയിട്ട് ബന്ധമുള്ള ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് നടപടിയെടുത്തു. മറ്റൊരു പേര് ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ല. അവരെ തളയ്ക്കാനുള്ള നിയമത്തിൻ്റെ ഏത് ശ്രമത്തിലും വരാമെന്ന് പറഞ്ഞാലും എൻ്റെ രാജേഷൊക്കെ ഇത് പറയുമ്പം രാജേഷ് എന്താ വിരോധം നല്ലതാണ്. പക്ഷെ അതുകൊണ്ടാണ് നിങ്ങളുടെ തന്നെ കേന്ദ്ര നേതൃത്വങ്ങൾ കേന്ദ്രത്തിൽ ഇതൊരു ഇഷ്യൂ ആയി എടുക്കാൻ എത്ര നിങ്ങൾ കമ്പനി ചെയ്തിട്ടും ചാമക്കാലയുടെയും രാജേഷിൻ്റെ ആൾക്കാർ അവർ എഫക്റ്റീവ് ആക്കാൻ സാധിക്കാത്തത്. നമ്പർ 2 ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേണുവിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇതൊരിക്കലും ബുദ്ധിമോശം കാണിച്ച ബുദ്ധിയില്ലാത്ത കേരളത്തിലെ സർക്കാർ ഒരു BJPക്കെതിരായി കുറേ കാലം BJPക്കാരെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ വേണ്ടി, ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി, ഞങ്ങളുടെ ആളുകളുടെ മുറയിൽ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഈ ഒരു കാര്യം വെച്ചിട്ട് വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. ആ വേട്ടയാടലാന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. കാരണം ഇതിൽ നിയമപ്രകാരം സാമാന്യ ബുദ്ധിയുള്ള ഏത് ലോയർക്കും അറിയാം ഇവിടുത്തെ സർക്കാർ എടുത്ത നിലപാട് ബുദ്ധിശൂന്യതയുടെ പര്യായമാണെന്നറിയാം. പിന്നെ എന്ത് വേണം നമ്മളെല്ലാം കൂട്ടായിട്ട് വേണം ഇരുന്നത് ആലോചിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ അതിന് രാജേഷിനോട് കൂടാൻ, രാജേഷ് എന്നെ കോംപ്ലിമെൻ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ രണ്ട് രാഷ്ട്രീയ പാർട്ടി ആളുകളാണ്. അതുകൊണ്ട് ഞാൻ കുറേ സമർത്ഥനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആളുകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാർട്ടിക്ക് വേണ്ടി ഈ ഒരു മനസാക്ഷിയുമില്ലാതെ ഇവിടെ അവതരിപ്പിച്ചായിട്ടാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. മൂന്നാമത് താങ്കൾ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ചോദ്യം അതും കൂടെ ഒറ്റ വാക്ക് പറഞ്ഞു നോക്കാം. അതിൽ വിജിലൻസ് എൻക്വയറി കേരള സർക്കാരാണ് വെച്ചിട്ടുള്ളത്. ആ എൻക്വയറി നടക്കുമ്പോൾ സമാന്തരമായി വേറൊരു ബോഡിയെ വെച്ചുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 57 വിമർശനം സ്റ്റാലിൻ ചെയ്യാറുണ്ട്. പാർട്ടിയാണ് സുപ്രീം. അതുകൊണ്ട് ജുഡീഷ്യൽ സെറ്റം വന്നാലും പാർട്ടി തീരുമാനിക്കും, പാർട്ടി എൻക്വയറി നടത്തും, പാർട്ടി സമൻ ചെയ്ത ആൾക്കാരെ വരുത്തും. അത് മക്കൾ സമരം കോഴിക്കോട്ടൊക്കെ കണ്ടതല്ലേ, അത് അവരുടെ കാഴ്ചപ്പാടാണ്. ഞങ്ങൾ ജനാധിപത്യത്തിൽ ഈ ഭരണകൂടം ഭൂരിപക്ഷം കിട്ടിയ ഈ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അവർ ചെയ്തതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. എന്തെങ്കിലും വീഴ്ച ഞങ്ങളുടെ ഭാഗത്തുണ്ട് ഞങ്ങളോട് ബഹുമാനപ്പെട്ട MP വിളിച്ചു പറയട്ടെ, ചാമക്കാരെ വിളിച്ചു പറയട്ടെ, എന്നോട് തന്നെ ബന്ധപ്പെട്ടുള്ളൂ, ഞാനത് ചെയ്യാൻ തയ്യാറാണ്. രാജേഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. അതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടി എനിക്ക് ശ്രീധരൻപിള്ളയോട് ചോദിക്കാനുണ്ട്. ഒന്ന്, ശ്രീധരൻപിള്ള, നേരത്തെ MP രാജേഷ് താങ്കളെ പുകഴ്ത്തിയത് BJP നേതാവ് എന്ന നിലയിലല്ല, മികച്ച ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിലാണ്. അത് താങ്കൾ നിരാകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് താങ്കൾ നിരാകരിക്കുന്ന ഞാൻ കരുതുന്നില്ല. ശ്രീധരൻപിള്ള ഇവിടെ ആ ക്രിമിനൽ അഭിഭാഷകനോട് ചോദിക്കുകയാണ്, സൗകര്യപൂർവ്വം താങ്കളുടെ അതിബുദ്ധി കൊണ്ട് താങ്കൾ ഒഴിവാക്കുകയല്ലേ വിജിലൻസ് അന്വേഷണം എന്ന ഈ സർക്കാരിൻ്റെ നടപടി ഒരബദ്ധമാണ്, ഇതുവരെ തെളിഞ്ഞ ചിത്രത്തിൽ നിന്നത് അബദ്ധമാണെന്ന്. അത് അങ്ങ് പറയാതിരിക്കുന്നത് അതിൻ്റെ ആനുകൂല്യം അങ്ങയുടെ പാർട്ടിക്ക് കിട്ടിക്കോട്ടെ എന്നതുകൊണ്ടാണോ? എൻ്റെ പാർട്ടിക്ക് ഒന്നും കിട്ടാനില്ല. ഞങ്ങൾ തുറന്ന പുസ്തകമാണ്, ആർക്കും അറിയാം. ഒരൊറ്റ BJPക്കാരനും ഞാൻ ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ എന്തുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായ ചോദ്യത്തിൽ ഞാൻ പറയുന്നത്, ഒരു BJPക്കാരൻ ഉൾപ്പെടെ ആർക്കെങ്കിലും എന്തെങ്കിലും വിദൂര ബന്ധമുണ്ടെങ്കിൽ അവൻ പടിക്ക് പുറത്താണ്. നരേന്ദ്രമോദിയുടെ തീരുമാനമാണ്. അതുകൊണ്ട് ആർ ഷാജി ഒരു സ്വകാര്യ വ്യക്തിയാണ്. എന്താ ചോദ്യം ചോദിച്ചോളൂ. ആർ ഷാജി എന്ന സ്വകാര്യ വ്യക്തി, RS വിനോദ് എന്ന ഒരു സ്വകാര്യ വ്യക്തി ഇടനിലക്കാരനായി പ്രവർത്തിച്ച് ഈ സതീഷ് നായർ എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തിക്ക് പണം നൽകുകയാണ്. ഇതിൽ എവിടെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ളത്? എവിടെയാണ് വിജിലൻസിൻ്റെ ഇടപെടലിന് നിയമസാധുതയുള്ളത്?
വേണു നല്ല ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഈ അഭിഭാഷകൻ്റെ എൻ്റെ ജോലിയാണ്, അത് പ്രതിഭാതരമായിട്ട് ജോലിയാണ്. അപ്പം ലീഗൽ കൺസൾട്ടൻറ്റിൽ ഒപ്പീനിയൻ കിട്ടേണ്ടതാണെങ്കിൽ അതിന് നിങ്ങൾ ഫീസ് തരാമെങ്കിൽ ഞാൻ അതിന് എഴുതി തരാം, ഒരു ഒപ്പീനിയൻ എഴുതി തരാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രാഥമികമായ അന്വേഷണം കഴിഞ്ഞിട്ട് അതിൻ്റെ ലീഗൽ സാങ്ക്ടിറ്റി എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അവരിപ്പോൾ ഒരാളെ വിളിപ്പിച്ച് ചെയ്തു, ഇനി ബാക്കിയുള്ളവരെ വിളിപ്പിക്കട്ടെ. എന്നിട്ട് ഇതൊരു എൻക്വയറി സ്റ്റേജാണ്, ഇൻവെസ്റ്റിഗേഷൻ അല്ല. പുതിയ റൂളിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കേസുകൾക്ക് ആദ്യം പ്രിലിമിനറി എൻക്വയറി നടത്താം, പിന്നെ FIR ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ FIR ഇടുന്ന സ്റ്റേജ് വരുമ്പോൾ വെദർ ഇറ്റ് ഈസ് മെയിൻറ്റൈനബിൾ ഓർ നോട്ട് എന്ന് അവർ പരിശോധിക്കും. എന്നിട്ട് അവർ പറയട്ടെ, പന്ത് ഇപ്പോഴവരുടെ കോർട്ടിലാണ്, അവരടിക്കട്ടെ, ഞാൻ എന്തിനാ കയറി അടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ പ്രിലിമിനറി എൻക്വയറിയുടെ റിപ്പോർട്ട് വരട്ടെ. നമുക്ക് വീണ്ടും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാലക്കാട്ടെ MP-യും എൻ്റെ ഈ കോൺഗ്രസ്സിലെ നല്ല യുവ സുഹൃത്താണ് അദ്ദേഹം, നല്ല രീതിയിൽ പഠിച്ച കാര്യം പറയുന്നുള്ള, അവർ 3 പേർ കൂടെ നമുക്ക് ഇരിക്കാൻ വേണു ഉണ്ടാകാം. പറയിപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഇവിടെ താങ്കൾ പറയുകയുണ്ടായി ഒരു വിനോദ് മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പാർട്ടിക്കാരനായി, ബാക്കിയുള്ള ആളുകളെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ശരി, അങ്ങനെയെങ്കിൽ ഈ വിനോദ് ഉൾപ്പെട്ടത് ഏതൊക്കെ തരത്തിലാണ് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഹവാല ഇടപാടിലടക്കമാണ്. ഇപ്പോൾ BJP-ക്കാരൻ ഹവാല ഇടപാട് നടത്തുകയാണ് എങ്കിലും ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് നടപടിയെടുത്ത് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതോടെ അവസാനിക്കുമോ? ഒരു പാർട്ടിക്കാരൻ നിലയിൽ ചെയ്ത ഇത്ര വലിയ രാജ്യദ്രോഹ നടപടി അതും ഈ നടപടിയോടെ അവസാനിക്കണമെന്നാണോ? വേണു പറഞ്ഞ വളരെ റെലവൻ്റായ ഒരു ചോദ്യം. ഹവാല ഈ രാജ്യത്തെ തകർക്കുന്ന സംവിധാനം അതുണ്ടെങ്കിൽ നിങ്ങളുടെ നിലപാടെന്താണ്? ഞാൻ വേണുവിനോട് 100% യോജിക്കുന്നു. ആ ഹവാല സംബന്ധിച്ചുള്ള കാര്യമുണ്ടെങ്കിൽ അതിൽ ഉചിതമായ നടപടി, അത് വെറും ചട്ടക്കൂട്ടിലല്ല, രാജ്യ താല്പര്യം കണക്ക് ചെയ്യണം. അവിടെ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്തോട്ടെ. വേണു പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ടതാണെങ്കിലും അതിപ്പോഴ് അന്വേഷിക്കുന്ന സംവിധാനം ഹവാല ഇടപാടുണ്ടെന്ന് കണ്ടാൽ ആ നിമിഷം അവർ റിപ്പോർട്ട് ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റിനും അല്ലെങ്കിൽ കേന്ദ്ര സംവിധാനത്തിനും ആർക്ക് വേണമെങ്കിലും അവർ അയച്ചു കൊടുക്കണം. അതാണ് നടപടിക്രമം. അങ്ങനെ അയച്ചാൽ ആ നിമിഷം അതിൽ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ പബ്ലിക് ലൈഫ് ഉത്തരവാദിത്തോടെ ഈ നിങ്ങളുടെ ചാനലിൽ കൂടി, ഇത്രയും നല്ലൊരു ചാനലിൽ കൂടെ ഞാൻ പറയുകയാണ്, ആ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നാൽ ആ നിമിഷം കേന്ദ്ര സർക്കാരിനെ അടുത്ത് പോയി കിടന്ന് റിക്വസ്റ്റ് ചെയ്ത് എങ്ങനെയും മണിക്കൂറുകൾക്കുള്ളിൽ ആ എൻക്വയറി നടത്തിക്കാം. ഇപ്പോഴൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ആളെ ഡബിൾ ജിയോപ്പാഡ് രണ്ട് ഘട്ടത്തിലായിട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു എൻക്വയറി ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ നടക്കുമ്പം സമാന്തര എൻക്വയറി നടത്താൻ മീഡിയയ്ക്കും അവകാശമില്ല, രാഷ്ട്രീയ പാർട്ടിക്കും അവകാശമില്ല. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ട നമുക്ക് ചെയ്യാം. എനിക്ക് ഇടവേളയ്ക്ക് അതിനു മുമ്പ് ജ്യോതി എന്താണ് പറയാൻ വന്നത്? അപ്പം എനിക്ക് ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാർ പറഞ്ഞതിനകത്ത് ഈ സതീഷ് നായരെ സംബന്ധിച്ച് സതീഷ് നായരും മൻമോഹൻ സിംഗുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ നന്നായി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിസിറ്റേഴ്സിന് അലോ ചെയ്യുന്ന സമയത്ത് അവിടെ വന്നു നിന്ന് എടുത്ത ഫോട്ടോയെ മിസ്യൂസ് ചെയ്താണ്, അദ്ദേഹത്തിനെ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്താണ് ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് വളരെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസുമായി ഇതിനെക്കുറിച്ച് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. സതീഷ് നായരെ സംബന്ധിച്ച് അദ്ദേഹത്തിനും എനിക്കും അറിയാം. അന്തരിച്ച BJP-യുടെ നേതാവ്, ദേശീയ നേതാവ്, ഞാൻ അതിൻ്റെ അത്രയും മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം കേരളത്തിൽ എങ്ങനെയാണ് വന്നതെന്നറിയാം. കേരളത്തിൽ BJP ഓഫീസുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധമറിയാം. തുടർന്ന് ഇവിടുന്ന് വീണ്ടും ഡൽഹിയിലേക്ക് അദ്ദേഹത്തിൻ്റെ താവളം മാറ്റി കൊടുത്തത് നമുക്കറിയാം. അവിടെ ഇവിടുത്തെ കുമ്മനത്ത് അല്ലേ സാർ, അങ്ങ് BJP ഓഫീസിലെ CCTV എടുത്താൽ മതി, ഫുട്ടേജ് മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് ഡൽഹിയിലേക്ക് കുമ്മനത്തിൻ്റെ PRO ആയി മാറിയതിനെ കുറിച്ച് ഒക്കെ നമുക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അല്ല ഇപ്പോൾ അല്ല ആയിക്കോട്ടെ, ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനപ്പുറമായിട്ട് MCAയുമായി ബന്ധപ്പെട്ട് ശ്രീ ഫസൽ ഗഫൂറിനോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞു നിർത്തിയതിന് അപ്പുറത്തുമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ കോളേജുകൾക്ക് ഈ വർഷം മുതൽ അഫിലിയേഷൻ കൊടുക്കേണ്ട എന്ന് MCA തീരുമാനിച്ചതിന് ശേഷവും ഈ പറഞ്ഞ ലോധ കമ്മിറ്റി ഇടപെട്ടിട്ട് ഈ വർഷത്തെ അഡ്മിഷനൂടെ അവർക്ക് അവകാശം കൊടുക്കണം എന്ന് പറയുന്നത് ശരിയാണോ? എന്ന് മാത്രമല്ല സീറ്റിന്റെ വീണ്ടും ഈ വർഷത്തെ അഡ്മിഷൻ തടഞ്ഞിട്ട് പോലും ആ ഇൻസ്പെക്ഷൻ തടഞ്ഞതിന് ശേഷവും ലോധ കമ്മീഷൻ ഇടപെട്ട് ഈ കോളേജുകൾക്ക് വീണ്ടും അഫിലിയേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടാണ് MCA ഇപ്പോൾ സമീപിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വിവാദം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കോളേജുകൾക്ക് തുടർന്ന് അഫിലിയേഷൻ കൊടുക്കേണ്ടത് തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ ഈ വർഷവും കൊടുക്കുമായിരുന്നു. അതൊന്ന്. 2, ഈ ലോധ കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞിരിക്കും.
അല്ല ഒരു ക്വസ്റ്റ്യൻ ലോധ കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത 5 അംഗ പാനൽ ഡോക്ടർ VK പോളിന്റെ നേതൃത്വത്തിൽ ഒരു 5 അംഗ പാനൽ കൊടുത്തിട്ടുണ്ട്. അതിന് അനുമതിയും മേടിച്ചിട്ടുണ്ട്. ഈ 5 അംഗ പാനലിൽ പെടുന്നവർ ആരെങ്കിലും AIMSലും അതുപോലെ ചണ്ഡീഗഡിലെ കേന്ദ്ര സ്ഥാപനത്തിലും പ്രവർത്തിക്കുന്നവരല്ലാതെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന പ്രൊഫസേഴ്സ് ഉണ്ടോ? ഇനി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കൊണ്ടുവരാൻ ഡ്രാഫ്റ്റ് വന്നിരിക്കുന്നു, അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നോൺ ക്ലിനിക്കലായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി MCI അംഗം കൂടിയായ ശ്രീ ഫസൽ ഗഫൂറിൽ നിന്ന് അറിയണമെന്ന്. ശരി, ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അതിന് മറുപടി പറയാൻ തൊട്ട് മുമ്പ് ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് രാജേഷ് കൈ ഉയർത്തിയിരുന്നു. രാജേഷ്. അല്ല, ശ്രീധരൻപിള്ള ചേട്ടന് ഒരു വക്കീൽ എന്ന നിലയിൽ ഞാൻ കൊടുക്കുന്ന കോംപ്ലിമെന്റ് പോലും സ്വീകരിക്കാൻ ഭയമാണ്. BJPക്കകത്തത് വലിയ പ്രശ്നമുണ്ടാക്കുമെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. പോട്ടെ, അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് അദ്ദേഹം നേരത്തെ സംസാരിച്ചത് പൂർണ്ണമായും വൈരുദ്ധ്യമുള്ള കാര്യങ്ങളായിരുന്നു. കാരണം ഒരു ശ്വാസത്തിൽ അദ്ദേഹം പറയുന്നു ഈ സർക്കാരിൻ്റെ അന്വേഷണത്തോട് ഏത് നിലയിലും സഹകരിക്കാം, അന്വേഷിച്ച് നമുക്ക് കണ്ടെത്താം. മറുഭാഗത്ത് പറയുന്നു ഇത് മഹാ അബദ്ധമാണ്, ബുദ്ധിശൂന്യതയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് പറയേണ്ടി വരുന്നത് തന്നെ BJPയുടെ നില ഇക്കാര്യത്തിൽ അങ്ങേയറ്റം പരുങ്ങലായതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ ശ്രീധരൻപിള്ളയുടെ തന്നെ പാർട്ടിയിലെ മറ്റ് ഒരു നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് CBI അന്വേഷിക്കട്ടെ, CBIയുടെ അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കേരള വിജിലൻസിന്റെ അന്വേഷിക്കാനുള്ള തീരുമാനം ബുദ്ധിശൂന്യമാണ് എങ്കിൽ CBI അന്വേഷിക്കാനുള്ള തീരുമാനത്തെ നിങ്ങൾ വല്ലാതെ സ്വാഗതം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭയപ്പെടുന്നു. വിജിലൻസ് അന്വേഷിച്ച് രാഷ്ട്രീയ പ്രേരിതമല്ലാതെ അന്വേഷിച്ച് വസ്തുത കണ്ടെത്തുമോ എന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ട്. എന്നാൽ CBI ആണെങ്കിൽ കൂട്ടിലടച്ച തത്തയാണ്, തങ്ങളുടെ ഇംഗിതത്തിനും താല്പര്യത്തിനും അനുസരിച്ച് അന്വേഷണം നടക്കൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഒറ്റപ്പെട്ട അഴിമതിയാണ് എന്ന് വരുത്തി തീർത്തി ലഘൂകരിക്കാൻ വേണ്ടി BJP തീരുമാനമെടുത്തിരിക്കുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ BJP അടിമുടി കറപ്റ്റാണ് എന്നുള്ളത് വന്നു കഴിഞ്ഞു. ഒന്ന്, പുറത്തു വന്നാൽ ബാക്കിയെല്ലാം ഈ അലമാരയിൽ നിന്ന് ഒരുപാട് തലയോട്ടികൾ ഉരുളും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പട്ടാളത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ അഴിമതി, മലപ്പുറത്ത് മറ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് അഴിമതി, ശ്രീ ശ്രീധരൻപിള്ളയ്ക്ക് നന്നായിട്ടറിയുന്ന അദ്ദേഹം അന്വേഷിച്ച് പൂഴ്ത്തിവെച്ച പാലക്കാട് മുനിസിപ്പൽ ഭരണത്തിലെ അഴിമതി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി, ഇങ്ങനെ അഴിമതിയുടെ ഒരു പരമ്പര തന്നെ. കോഴിക്കോട് ദേശീയ എക്സിക്യൂട്ടീവ് യോഗം നടന്നപ്പോൾ വ്യാജ റസീദരിച്ച് പണം പിരിച്ചതിൽ അഴിമതി, ഇങ്ങനെ ഒരു അഴിമതി പരമ്പര തന്നെ കേരളത്തിൽ പുറത്തു വരാനിരിക്കുകയാണ്. ഇനി കേന്ദ്രത്തിലേക്ക് വന്നാലോ, ഇങ്ങോട്ട് ഫസൽ ഗഫൂർ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 70 മെഡിക്കൽ കോളേജുകൾ കൊടുത്തത് അഴിമതി നടന്നിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത് ഇത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്, മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. 70 മെഡിക്കൽ കോളേജുകൾക്കും ഇതുപോലെ അഴിമതി നടന്നു എന്ന് പറഞ്ഞാൽ 1500-2000 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നു. അത് മുഴുവൻ ആരും അറിയാതെ നടന്നതാവില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. ഈ ലോധ കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ നിയോഗിച്ചത്, അതിനുശേഷം അതിനു മുകളിൽ ഇപ്പോൾ ഒരു പുതിയ കമ്മിറ്റിയെ വെച്ചത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അതിന് സംഘപരിവാറുകാരായിട്ടുള്ള ലോബിയിസ്റ്റുകളുണ്ട്, BJP നേതൃത്വവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം കർശനമായ നിർദ്ദേശം കൊടുത്തു, ഇതിവിടെ അവസാനിപ്പിച്ചോളണം, ഇനി ഒരു അന്വേഷണവും നടത്തരുത്, ഒരു ചർച്ചയും നടത്തരുത്, പുറത്തുവിട്ടവരുടെ തലയെടുക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. കാരണം ഇത് അന്വേഷണം നടന്നാൽ കേന്ദ്ര സർക്കാരിലേക്ക് വരെ എത്തിച്ചേരും, ചർച്ച നീണ്ടാൽ അവസാനം കേന്ദ്ര നേതൃത്വം തന്നെ പ്രതിക്കൂട്ടിലാവും എന്നതുകൊണ്ടാണിത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വിരോധത്തിന്റെയും പ്രശ്നമില്ല, വിമർശനത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ വിമർശനം മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ, അല്ലാതെ വിരോധത്തിന്റെ പ്രശ്നം എന്താണ്? ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.